ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അനിത വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ചുമന്ന ചീരത്തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലവണ്ണം നോക്കി എടുത്ത് പുഴുകൊണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി കഴുകി അരിഞ്ഞ് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളോട് കുറച്ച് ചീരയുടെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് പറയാമെന്ന്. ഈ ചീരയ്ക്കകത്ത് കാൽഷ്യം, വിറ്റമിൻ, മഗ്നീഷ്യം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് പല്ലുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ബലം നിലനിർത്താൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഈ ചുമന്ന ചീരയിൽ നാരുകളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതിനും ചുമന്ന ചീരയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ചട്ടി ചൂടായി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മുളകിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും തരത്തിൽ ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ കറിവേപ്പില സാധാരണ നമ്മൾ പച്ചിലവർഗ്ഗത്തിൻ്റെ കൂടെ കറിവേപ്പില ഇടാറില്ലല്ലോ എന്ന്. പക്ഷേങ്കിൽ ഞാനിടുന്നത് ഇന്നത്തെ സ്റ്റഡീസൊക്കെ പറയുന്നത് കറിവേപ്പിലയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന്. അപ്പം നമ്മളായിട്ട് എന്തിനാണ് അത് കുറയ്ക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇച്ചിരി ഗുണം നമ്മുടെ ശരീരത്തിൽ കിട്ടുവാണെങ്കിലോ അതോർത്ത് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പം അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ സവാള ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചീരയുടെ വേവും സവാളയുടെ വേവും രണ്ടാണ്. അപ്പോൾ ചീര പെട്ടെന്ന് വെന്ത് കിട്ടും, സവാള താമസിച്ചേ വേഗത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ അരപ്പെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെറിയ ഉള്ളി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. തേങ്ങ ചിരകിയത്, മുളക് പൊടി, മഞ്ഞപ്പൊടി. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ കൂട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇളക്കിയ ആ മഞ്ഞപ്പൊടിയുടെ ഒരു ചെറിയ കുത്തൽ മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതൊന്ന് നല്ലവണ്ണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവാണെങ്കിൽ പോലും നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട. അത് നമ്മൾ ലിഡ് കൊണ്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നല്ലവണ്ണം നമ്മൾ വേവിക്കുക. ഒന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ച് വേവിക്കണം. 3, അതായത് ചീരയുടെ ഇപ്പോൾ ചില തണ്ടൊക്കെ നമ്മൾ ചീരയുടെ കൂട്ടത്തിലിടുവാണെന്നുണ്ടെങ്കിൽ അതിന് വേവ് കൂടുതലായിരിക്കും. ഇല മാത്രമേ ഇടുന്നുള്ളെന്നുണ്ടെങ്കിൽ അതിന് വേവ് കുറവായിരിക്കും. അപ്പം നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതൊന്ന് ഹാഫ് കുക്ക്ഡായി കഴിഞ്ഞു. അപ്പോൾ ഇനി തുറന്ന് വെച്ച് നമുക്കിതൊന്ന് തുറന്ന് വെച്ചൊരു 3 മിനിറ്റ് കൂടെ ഒന്ന് ആകുമ്പോഴത്തേക്ക് ചീരത്തോരൻ നല്ലവണ്ണം റെഡിയാകും. അപ്പോൾ ഒത്തിരി വേവിച്ച് ഇതിലെ എല്ലാ നല്ല ഗുണങ്ങളും നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ എൻ്റെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ്. വേണമെന്നുള്ളവർക്ക് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഇതിന് നമുക്ക് താളിക്കാം. പക്ഷേ അത് ഞാൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ എൻ്റെ ഫൈനൽ സ്റ്റേജിങ്ങിനാണ്. നമുക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ചീരത്തോരൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെ മാവിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതും ഒരു നമ്മൾ സെപ്പറേറ്റ് ചോറിനകത്ത് കൊടുക്കുന്നതിനേക്കായിട്ട് നല്ല അവർക്കപ്പോൾ അത്ര അറിയത്തുമില്ല, അവരത് കഴിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പിയും ചാനലും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.